ആവേശപൂരം കലാശക്കൊട്ടിലേക്ക് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പകൽ വെടിക്കെട്ടോടെ പൂരത്തിന് കൊടിയിറക്കം. കേരള വിഷൻ ന്യൂസ് ടീം അവിടെ സജ്ജമാണ്. കാളിദാസൻ, കലാശക്കൊട്ടിലേക്കാണ് ഇനി അടുത്ത വർഷത്തെ പൂരത്തിനുള്ള കാത്തിരിപ്പിലാണ്. കൂടുതൽ വിശേഷങ്ങൾ എങ്ങനെയാണ്? അതിന് തീർച്ചയായും ഈ വർഷത്തെ പൂരം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇനി പകൽ വെടിക്കെട്ടാണ്. ഈ ഒരു വൈകാരിക രംഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉപചാരം ചൊല്ലിപ്പിരിയുന്ന പാറമേക്കാവും തിരുവമ്പാടി ഭഗവതിമാരുടെയും അതോടൊപ്പം ആ രണ്ട് ഗജവീരന്മാരെയും തിരുവമ്പാടി ചന്ദ്രശേഖരനും അതോടൊപ്പം പാറമേക്കാവ് നന്ദനും തമ്മിൽ അഭിവാദ്യം 3 തവണ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം നൽകി പിരിയുന്നൊരു കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ രേണുക? തീർച്ചയായും ആ 3 തവണ ആ കൈ വെക്കുമ്പോൾ ചുറ്റുമുള്ള ഒരു അന്തരീക്ഷവും അതോടൊപ്പം തന്നെ ഈ അടുത്ത കൊല്ലം നമുക്ക് കാണാം എന്നുള്ളൊരു ചരിത്രം കൂടി വീണ്ടും പുതുക്കിയിട്ട് തന്നെയാണ് അവർ പോയത്. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളായിരുന്നു. കൃത്യമായ രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്കെല്ലാം നമ്മൾ ഫീഡുകളെല്ലാം എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അത്രയധികം തിരക്കായിരുന്നു. ഒരു കാലു അവസ്ഥ തിരക്ക് തന്നെയായിരുന്നു. എന്തായാലും ഒരു ഭാഗത്ത് വെടിക്കെട്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഒന്ന് ശാന്തമായിട്ടുണ്ട് അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും അതിന്റെ ഒരു പുകപടലങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട്. ഇപ്പോ തീർച്ചയായും ഈ ദൃശ്യങ്ങളൊക്കെ ആ പുകപടലത്തിൽ മങ്ങിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. രാവിലെ ഇതിപ്പോൾ പകൽ പൂരത്തോടു കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഇന്നത്തെ ഒരു പൂരത്തിന്റെ ചടങ്ങുകൾ തുടങ്ങിയിട്ടുള്ളത്. ഈ വെടിക്കെട്ടിന്റെ പുകപടലങ്ങളുണ്ട്. അത് ശ്വസിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ ആവേശമായിരുന്നു ഈ പകൽപൂരം എന്ന് പറയുന്നത്. തൃശ്ശൂരുകാരെ ആവേശകരമായിരുന്നു. നമുക്ക് ഈ ഒരു പുക പടലങ്ങളിൽ നിന്ന് അല്ലേ ഇതിന്റെ ഒരു ആവേശം കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ പിന്നെയും അങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും ഒക്കെ തോൽവി സംബന്ധിച്ച് രേണുക സൈഡിൽ പോയി ഒന്ന് ചുമച്ചു. അല്ല, എന്തായാലും അവരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം എന്നുള്ളത് വലിയ ഘടകമാണ്. അതിനേക്കാൾ പ്രധാനമായിട്ടും തീർച്ചയായിട്ടും അവരെ ഈ ഒരു ഇത്രയും പോകുന്ന ഈ ഒരു ജനത്തിരക്കിനിടയിൽ നമ്മളെ എല്ലാം ഈ ഒരു കാഴ്ച കാണാനായി നമ്മളെയൊക്കെ നിർത്തിയത് ഈ ഒരു ആവേശം തന്നെ, അല്ലെങ്കിൽ പൂരലഹരിയാണ്. ആ ഒരു 36 മണിക്കൂർ ഇത്രയും ഒരു ആവേശത്തിൽ നിൽക്കാന്ന് പറയുന്നത് ആ ഒരു പൂരത്തിനോടുള്ള അത്രയും എന്താ പറയാ ആ ഒരു പ്രേമം കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ ഒരു പെട്ടെന്നൊരു വെടിക്കെട്ടുണ്ടായപ്പോ ആ ഒരു പുക ശ്വസിക്കാൻ പറ്റും. രാവിലെ നമ്മുടെ ഈ പൂരത്തിന്റെ പകൽപൂരം തുടങ്ങുന്ന സമയത്ത് പടിഞ്ഞാറൻ നടയുടെ ഒരു ഭാഗത്ത് ഇവരെ രണ്ടുപേരെയും നമ്മൾ നിർത്തിയതാണ്. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിർത്തിയതാണ്. മറുഭാഗത്ത് ഞാനും കാളിദാസും നിന്നു എന്നുള്ളതാണ്. അവസാനമാകുമ്പോഴേക്കും ഇവരെ കാണാൻ പരസ്പരം കാണാൻ പറ്റാത്തത്ര വിധം ഇവരെ എവിടെയായിരുന്നു പോയി എന്നുള്ളതാണ്. അത്രമാത്രം ജനനിബിഡമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം എന്ന് പലതവണ നമ്മൾ ആവർത്തിച്ച ഒരു കാര്യമാണ്. ഒരു ഇല വീണാൽ പോലും നേരെ താഴേക്ക് വീഴില്ല, നേരെ ആളുകളുടെ ദേഹത്തേക്ക് വീഴുന്ന രീതിയിലുള്ള വലിയൊരു ജനസഞ്ചയമാണ് ഇന്നത്തെ ഈ പകൽപൂരം കാണാൻ തൃശ്ശൂരുകാരുടെ. ഇതിനിടയിൽ കുറെ പേര് തലകറങ്ങി വീഴുന്നു, ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എക്സ് പ്രവർത്തകരുടെ ഒരു സേവനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവര് എത്രയും പെട്ടെന്ന് അവരെ സ്ട്രക്ചറിൽ വീട്ടിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകുക എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. കാരണം നമ്മൾ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ നമ്മളെല്ലാവരും പരസ്പരം കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാനൊരു അപ്പുറത്തിപ്പുറത്ത് നിന്നിട്ട് പോലും കാണാൻ പറ്റാത്ത തിരക്കുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ പോലും തല തിരിക്കാൻ പറ്റില്ല. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അത്രയും കൂടി ആൾക്കാർ അങ്ങ് വന്ന് നിറയും. കാണാനുള്ള ആവേശം കൊണ്ടാണ് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കഴിയുമ്പോഴേക്കും നമ്മളൊക്കെ ആളുകളുടെ ഇടയിലേക്ക് ഈ അമർന്നു പോകുന്ന ഇഴുകിച്ചേരുകയല്ല ഇറുകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഈ തൃശ്ശൂരിന്റെ പൂരത്തോടുള്ള പ്രേമം ആണ് വ്യക്തമാക്കുന്നത്. പൂരത്തിന്റെ ആവേശമാണ് വ്യക്തമാക്കുന്നത്. രാവിലെ 2 ഘടകങ്ങൾ തിരുവമ്പാടിയും പാറമേക്കാവും 2 ഇടങ്ങളിലായി പാറമേക്കാവ് ഈ ഭാഗത്തും തിരുവമ്പാടി ഈ ഭാഗത്തുമായി അവരുടെ ഗജകേസരിമാരെ നിരത്തിക്കൊണ്ടുള്ള ആ ഒരു മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ആവേശമായിരുന്നു. 7 മണി മുതൽ നമ്മൾ കാത്തിരുന്നതും ഈ ഒരു ഉപചാരം ചൊല്ലൽ കാണാൻ തന്നെയാണ്. ഈ പകൽപൂരത്തിന് വേണ്ടി നമ്മൾ കാത്തു നിന്നതും ഈ ഒരു സ്ഥലത്ത് ഒരു 20 പേര് നിൽക്കേണ്ട സ്ഥലത്താണ് നമ്മൾ 100 പേരില് എല്ലാവരും 100-ലധികം ഇത് 10,000 കണക്കിന് ആളുകൾ വന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത് പ്രധാനം എന്താണെന്ന് വെച്ചാൽ
തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഫീറ്റ് കണക്കാ. ഇത്ര പോകുന്ന സ്ക്വയർ ഫീറ്റിൽ ഒരു 20 പേര് എന്നുള്ള കണക്കിൽ അങ്ങനെ നമ്മളിപ്പം നിന്നോണ്ടിരുന്നത്. നമ്മൾ നിന്നത് അങ്ങനെ ഇറുകി ചേർന്ന് നിന്നത് നമ്മൾ അങ്ങനെ ഒരാളുടെ കാലിന്റെ മുകളിൽ രണ്ടുപേരൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ പൂരത്തിന്റെ കാഴ്ചകൾ, ആ ഒരു കാഴ്ചകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗജകേസരിമാർ രണ്ട് ഭാഗത്തും, അതായത് തിരുവമ്പാടിയുടെ ഭാഗത്ത് 15 വീതം ഗജകേസരിമാർ, പാറമേക്കാവിന്റെ ഭാഗത്ത് 15 വീതം. പാറമേക്കാവിന്റെ ഗജകേസരിമാരെ നയിച്ചുകൊണ്ട്, പാറമേക്കാവിന്റെ തിടമ്പേന്തിക്കൊണ്ട് ഗജകേസരിയായിട്ടുള്ള ഗുരുവായൂർ നന്ദൻ, ഇപ്പുറത്ത് തിരുവമ്പാടിയുടെ തിടമ്പേന്തിക്കൊണ്ട് തിരുവമ്പാടി ചന്ദ്രശേഖരനും നിൽക്കുന്നു. ഒപ്പം മറ്റ് ഗജവീരന്മാരും നിൽക്കുന്നു. അവരുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഈ ബന്ധപ്പെട്ട ആളുകൾ, അതിന്റെ സംഘാടകർ കുടമാറ്റം നടത്തുന്ന ഒരു വളരെ മനോഹരമായ കാഴ്ച. ഇന്നലെ നമ്മൾ കുടമാറ്റം കണ്ടു, അതിന്റെ മറ്റൊരു രൂപം ഇന്നും നമ്മൾ കണ്ടു. വെഞ്ചാമരം വീശുന്നു, താഴെ മേളപ്രമാണിമാർ കൊട്ടിക്കയറുന്നു. ഒരു ഭാഗത്ത് ഈ ഒരു ഇരഞ്ഞിത്തറ മേളത്തിന്റെ ഒരു പാണ്ടി മേളമായിരുന്നെങ്കിൽ മറുഭാഗത്ത് പഞ്ചവാദ്യത്തിന്റെ മേളമാണ്. പറഞ്ഞാൽ ഈ പ്രധാന പൂരത്തിന്റെ ഒരു ബോൺസായി രൂപമായിരുന്നു ഇന്നത്തെ പകൽപൂരം. എപ്പോഴും അങ്ങനെയാണ്. കാരണം തൃശ്ശൂർക്കാർക്കും അവർക്ക് അവരുടെ കൂട്ടായ്മയും കുടുംബ സംഗമങ്ങളും ഒക്കെ ഈ ഒരു പൂര ദിവസങ്ങളിലാണ്. ഈ ഒരു കുടമാറ്റത്തിന്റെ ദിവസമാണ് അവരുടെ ഓരോ വീടുകളിലും കുടുംബ സംഗമം, പഴയ കൂട്ടായ്മകളെല്ലാം ഒന്നിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് പൂരം കൂടാൻ എത്തുന്നത് ഇന്നാണ്, പകൽപൂരം. അപ്പോൾ നമ്മൾ ഈ ലോകർക്കൊപ്പം തൃശ്ശൂർക്കാരും കൂടി ഇന്ന് കൂടിയ ദിവസമാണ്. അതിന്റെ തിരക്കാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും. അല്ല, മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ കണ്ടത് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ തിരക്കാണെങ്കിൽ ഇന്ന് കണ്ടത് തൃശ്ശൂർക്കാരുടെ തിരക്കാണ്. തൃശ്ശൂർക്കാരാണ് കൂടുതൽ ഇന്നത്തെ പൂരം, ഈ ഒരു പകൽപൂരം കാണാനാണ് എത്തിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്നലത്തെ പൂരം കാണാൻ അത്ര ഇതിനേക്കാൾ ഇരട്ടി തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാർ ഒരുവിധമുള്ളവരും ആരും ആ ഒരു ഇത് കുടമറ്റൊക്കെ ചാനലിൽ ഇരുന്ന് കാണാൻ, അല്ലെങ്കിൽ നമ്മൾ കേരള വിഷനിലൂടെ പ്രദർശിപ്പിച്ച പോലെ അതിലൂടെ കാണാനല്ലാണ്ട് ആരും നേരിട്ട് വന്ന് കാണുന്ന കുറവാണ്. പക്ഷെ ഇന്ന് ഇന്ന് രാവിലെ നിങ്ങൾ ഇന്നലെ ഈ ഒരു നിങ്ങളുടെ പരിപാടി ചാനലിലൂടെ ഇന്ന് നിങ്ങളെ നേരിട്ട് കാണാൻ ഇന്നലെ പരിചയപ്പെട്ട 10 പേരിൽ 2 പേർ മാത്രമാണ് തൃശ്ശൂർക്കാരെങ്കിൽ ഇന്ന് പരിചയപ്പെട്ട 10 പേരിൽ 2 പേര് മാത്രമേ തൃശ്ശൂർക്കാരല്ലാത്തവരുള്ളൂ. ബാക്കി എല്ലാം തൃശ്ശൂർക്കാരാണ്. ഇത് പകൽപൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ പൂരമാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് പാറമേക്കാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം ഗുരുവായൂർ നന്ദൻ പാറമേക്കാവിന്റെ തിടമ്പേന്തിയ ആ ഗജവീരൻ ഇങ്ങോട്ടേക്ക് വരുന്നു. നേരെ ഈ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തുന്നു. വടക്കുന്നാഥൻ അഭിമുഖമായി നിൽക്കുന്നു. പിന്നീട് ആ ഗുരുവായൂർ നന്ദൻ അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്താണ് തിരുവമ്പാടിയുടെ തിടമ്പേന്തിയ ഗജവീരൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ നേരെ വരുന്നു. ഇവിടെ നിൽക്കുന്നു, ഇതിന് അഭിമുഖമായി നിൽക്കുന്നു. ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുന്നു. വടക്കുന്നാഥന്റെ അനുവാദം ചോദിക്കുന്നു. ഞങ്ങൾ ഈ പൂരം പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥനെ വലം വെച്ച് പോകുമ്പോൾ തിരുവമ്പാടി വടക്കുന്നാഥന്റെ ഉള്ളിലൂടെയാണ് പുറത്തേക്ക് വന്നത്. അത് നമ്മൾ എടുത്തു പറയണം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത്